ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വാർത്തകൾ. ബിടെക്കുകാർക്ക് കെ ഫോണിൽ അവസരം. പ്രായപരിധി 40 വയസ്സ്. കെ ഫോൺ കേരള ഫൈബർ ഒപ്റ്റിക്സ് ലിമിറ്റഡ് ജില്ലാ ടെലികോം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കുള്ള ഒഴിവുകൾ നികത്തുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ ആയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജില്ലാ ടെലികോം എക്സിക്യൂട്ടീവ് തസ്തികകളിൽ 15 ഒഴിവുകളാണ് ഉള്ളത്. എല്ലാ നിയമനങ്ങളും കേരളത്തിൽ തന്നെയായിരിക്കും. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. എന്നാൽ പ്രകടനത്തെ അടിസ്ഥാനമാക്കി 3 വർഷം വരെ നിയമനം നീട്ടി നൽകാവുന്നതാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ 23. ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി 40 വയസ്സ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 30,000 രൂപ ശമ്പളവും SLA ലിങ്ക്ഡ് ഇൻസെന്റീവ് ആയി 10,000 രൂപയും പ്രതിമാസം ലഭിക്കും. കുറഞ്ഞത് 60% മാർക്കോടെ ECE, EEE, EIA എന്നിവയിൽ BE, BTech ഉള്ളവർക്ക് അപേക്ഷിക്കാം. യൂട്ടിലിറ്റി ടെലികോം ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിലും പരിപാലനത്തിലും കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് സെന്റർ, എന്റർപ്രൈസസ് ബിസിനസ്സിലെ പരിചയം അഭികാമ്യം. കെ ഫോൺ റിക്രൂട്ട്മെന്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, എഴുത്തുപരീക്ഷ, വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക. അപേക്ഷിക്കേണ്ടതെങ്ങനെ? www.kphone.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക. റിക്രൂട്ട്മെന്റ് കരിയർ എന്നതിൽ ജില്ലാ ടെലികോം എക്സിക്യൂട്ടീവ് ജോബ് നോട്ടിഫിക്കേഷൻ കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക. ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പൂർണ്ണമായും നോട്ടിഫിക്കേഷൻ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുക. നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ വിശദമായി പരിശോധിക്കുക. യോഗ്യരാണെങ്കിൽ താഴെയുള്ള ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക. തെറ്റുകളില്ലാതെ ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകി ശരിയായി പൂരിപ്പിക്കുക. വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ചതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. അപേക്ഷയുടെ പ്രിന്റൗട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക. ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും പുതിയ ഫോട്ടോ സ്കാൻ ചെയ്ത് വേണം ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്യാൻ. സ്കാൻ ചെയ്ത ചിത്രം JPG ഫോർമാറ്റിൽ ഉള്ളതായിരിക്കണം. KB സൈസിൽ 200 KB സൈസിൽ കുറവായിരിക്കണം. ഒരു വെള്ള പേപ്പറിൽ ഒപ്പ് രേഖപ്പെടുത്തി സ്കാൻ ചെയ്ത് ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്ത ചിത്രം JPG ഫോർമാറ്റിൽ 50 KBയിൽ കുറവ്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.